ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞങ്ങൾക്കും സുഖം തന്നെ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. കാട ഇറച്ചി കൊണ്ടുള്ള ഒരു റോസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല കുരുമുളകിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ നന്നായി പിടിക്കും. അപ്പോൾ ഇത് നമുക്ക് ചോറിന്, പുലാവിൻ്റെ സൈഡ് ഡിഷായിട്ട്, ഗീ റൈസ്, ചപ്പാത്തിക്ക്, വെള്ളയപ്പത്തിനും എല്ലാറ്റിനും സൈഡ് ഡിഷായിട്ട്, ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും എല്ലാറ്റിനും പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാത്തിൻ്റെ കൂടെയും പോവും കേട്ടോ. ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാം പറ്റും. എന്താ വെച്ചാൽ നല്ല അങ്ങനെ കുറച്ച് എരിവ് കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുക. റോസ്റ്റ് ഉള്ളിയിലിങ്ങനെ ഉള്ളിയും ഒക്കെ ഒരുപാട് ഇട്ടിട്ട് പൊതിഞ്ഞിരിക്കുന്ന ഒരു ഇതിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് വീഡിയോ കാണുക. മസാലകൾ ചേർക്കണ പാകവും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അളവിനുള്ളതാണ് ഞാൻ ഇതിൽ പറയണത്. എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയൂ കമൻറ്റ് സെക്ഷനിൽ. അപ്പോൾ ഇനി അധികം വലിച്ചു നീട്ടുന്നില്ല, ഞാൻ നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതുണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ട സാധനമാണ് കാട. അപ്പോൾ അത് പീസസ് ആക്കിയിട്ട് വല്ലാതെ വലുതല്ല, അങ്ങനെ ഒരു മസാല പിടിക്കണമല്ലോ, അങ്ങനെ ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ഉള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 3 വലിയ സവാള, 2 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഇവിടെ ഞാൻ ഓൾറെഡി ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളകും, പിന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും, 2 പട്ടയുടെ കഷ്ണം, ഇത്രയേ ഉള്ളൂ കേട്ടോ. മറ്റേ ഗ്രാമ്പൂ അതൊന്നുമില്ല. ഇതെല്ലാം കൂടി ഞാനൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഒന്ന് പൊടിക്കണം കേട്ടോ. ഇനി കല്ലിൽ വെച്ചിട്ടൊന്ന് ഇതാക്കിയാലും മതി, അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ടൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചാലും മതി. അതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇടണ സമയത്ത് ഞാൻ എത്രയാണ് ഇടേണ്ടതെന്നുള്ളത് പറയാം. ഇതിലേക്ക് തക്കാളി നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഒരു റോസ്റ്റ് പറഞ്ഞാൽ അറിയാമല്ലോ, ഒന്നിങ്ങനെ മസാല പുരണ്ടിരിക്കുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കണം. ചപ്പാത്തിക്ക്, ചോറിന്, പിന്നെ ഗീ റൈസൊക്കെ ഉണ്ടല്ലോ, ഗീ റൈസ്, നെയ്ച്ചോറ്, എല്ലാറ്റിനും നന്നായി അടിപൊളിയായിട്ട് കോമ്പിനേഷനിൽ പോണ ഒരു ഡിഷാണ്. അപ്പം ഇനി റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ അത് കടായി വെച്ചു, ഗ്യാസ് കത്തിച്ചു. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കണം, നാടൻ കറിയല്ലേ, അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു. വൈകുന്നേരത്തേക്ക് നമ്മൾ പൊടിക്കാനുള്ളതൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പെരിഞ്ജീരകം, കുരുമുളക്, പട്ട നമ്മളെടുത്ത് വെച്ചിരുന്നല്ലോ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട്. അത് ചൂടാറി കഴിഞ്ഞാൽ ഒന്ന് തരിതരിപ്പായിട്ട് പൊടിക്കണം. നൈസ് പൊടിയാവണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ മിക്സിയിൽ തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക ചെയ്തേ. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആദ്യം സവാള ഇടാം. സവാള നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ, നല്ലോണം ചെറുതാക്കണമെന്നൊന്നുമില്ല. സവാള നല്ലോണം വേണം. ഇവിടെ ഇപ്പോൾ നമ്മൾ 4-5 കാടുണ്ട്, അത് ചെറുതാക്കി നുറുക്കി വെച്ചതാണ്. ആ ഒരു അളവിലേക്കുള്ളതാണ് ഞാൻ 3 വലിയ സവാളയും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ചെറിയ സവാള ഇണച്ചാൽ ഒരു 5 എണ്ണമൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ. പിന്നെ കാട വല്ലാതെ ചെറുതാക്കും ചെയ്യരുത്. ഒന്ന് വേഗം വാടി വരട്ടെ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് നന്നായി ബ്രൗൺ ആവണ്ട, ഒന്നും കൂടെ വാടിയിട്ടൊരു ട്രാൻസ്പെറൻ്റ് ആയിക്കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഇടാം. കാടയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. 1000 കോഴിക്കൊരു അരക്കാടാന്നാണ് പറയുക. അതൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. ആരൊക്കെ എങ്ങനെയൊക്കെയാണ് കാട ഉണ്ടാക്കൽ, നിങ്ങളൊക്കെ ഏത് റെസിപ്പിയാണ് ചെയ്യലെന്നൊക്കെ ഒന്ന് കമൻറ്റിലൊക്കെ പറയൂ. ഉണ്ടാക്കണവരൊക്കെ ഉണ്ടാവുമല്ലോ.
ഞാൻ കുരുമുളകും ആണ് കുറച്ചധികം ചേർക്കണത്. മുളകും പച്ചമുളക് മുളക് പൊടിയൊക്കെ കുറച്ച് കമ്മിയാക്കിയാലും കുരുമുളകിൻ്റെ ഫ്ലേവറാണ് കുറച്ച് മുന്നിട്ട് നിൽക്കണത് കേട്ടോ. അപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ടും കൂടി ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ കറിവേപ്പില ഇഷ്ടംപോലെ ഇടാം. വീട്ടിലൊക്കെ കറിവേപ്പില ഉണ്ടെങ്കിൽ നല്ല ഫ്രഷായിട്ടുണ്ടാവും ചെയ്യും. നല്ല മണമാണല്ലോ, നമ്മൾ വാങ്ങിയിടണേക്കാട്ടും നല്ല മണമാണ് വീട്ടിൽ ഫ്രഷൊക്കെ ഉണ്ടെങ്കിൽ. ഇതൊന്ന് പച്ചമണം പോയി വരട്ടെ. അപ്പോൾ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് ഇതായി വന്നിട്ടുണ്ട്. വല്ലാതെ ബ്രൗൺ ആവണ്ട, അങ്ങനെ ഒരു നല്ലൊരു മണം വരും. അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് പച്ചമണം പോകണം കേട്ടോ. ഏതൊരു മസാലയും നമ്മൾ വഴറ്റി അതിൻ്റെ പച്ചമണം പോവാതെ നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ ആ കറി ലാസ്റ്റ് ഇതാക്കുമ്പോൾ എല്ലാ മസാലകളും ഇട്ടാലും ശരി, ആ പച്ചമണം പോവാതെ നമ്മൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തുന്ന സമയത്ത് ആ കറിക്ക് ആ ഒരു ടേസ്റ്റും ആ ഗുമ്മും കിട്ടില്ല. ഒരേ റെസിപ്പി തന്നെയാണ് ചെയ്തിട്ടുണ്ടാവുക, പക്ഷേ ഓരോ കറികൾക്കും ഓരോ ടേസ്റ്റ് ആവില്ലേ. അപ്പോൾ അതെന്താണ്, ഈ മസാല നന്നായി വഴറ്റാതെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പച്ചമണം ഉണ്ടെങ്കിൽ കറി ലാസ്റ്റിലേക്ക് ആ ടേസ്റ്റ് വരില്ല. അതിൻ്റെ ആ പച്ചമണം നമുക്ക് കുത്താൻ തുടങ്ങും. അതാണ് നന്നായി വഴറ്റണം എന്ന് നമ്മൾ പറയണത്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇടുകയാണ്. മഞ്ഞൾപ്പൊടി കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ കറിക്ക് കുറച്ചൊരു നല്ല മഞ്ഞ കളറോ ബ്രൗൺ കളറോ അല്ല, മഞ്ഞ കളറോ ചുവന്ന കളറോ മുളക് പൊടിയുടെ കളറോ അല്ല വേണ്ടത്. മല്ലിപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ വരണ്ടിരിക്കുന്ന ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു കളറാണ് വേണ്ടത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ കമ്മിയാണ് ഇട്ടിരിക്കുന്നത്, ഒരു 1/4 ടീസ്പൂൺ ഇട്ടുന്നേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ മുളക് പൊടി ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കുരുമുളക് പൊടിയും ഒക്കെയാണ് അധികം ഞാൻ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ചേർക്കണം. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഇടണേ ഇല്ല. മുളക് പൊടി ഇട്ടൂന്ന് കാണിക്കാൻ വേണ്ടി ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ മല്ലിപ്പൊടി കുറച്ച് അധികം ഇടാം. മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് കുറച്ചധികം നിൽക്കും വേണം. നമ്മുടെ കറിക്ക് പറഞ്ഞാൽ റോസ്റ്റിന് കുറച്ച് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതൊരു 2 ടീസ്പൂണ് നല്ലോണം ചീപ്പിടാക്കിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. മല്ലി ഫ്രഷ് പൊടിച്ച് വെച്ചിരിക്കുകയൊക്കെയാണെന്ന് വെച്ചാൽ നല്ല മണമാവും. കടയിൽ നിന്ന് വാങ്ങണ പൊടിയെക്കാട്ടിലും മണമാണ്. നമ്മൾ വീട്ടിൽ തന്നെ കുറേശ്ശെ ഒരു 200 ഗ്രാമൊക്കെ മല്ലി വാങ്ങിയിട്ട് അപ്പോൾ പൊടിച്ച് നന്നായിട്ട് വെക്കുകയാണ് വെച്ചാൽ. ഒന്നിച്ചിട്ട് പൊടിച്ച് വെക്കരുത്, അപ്പോൾ കേടുന്ന് പോവും. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് പോവട്ടെ. നന്നായി അടി പിടിക്കാതെ എല്ലായിടത്തും ഇളക്കിയിട്ട് ഇതിലേക്ക് ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ കുരുമുളക് പൊടിയും പിന്നെ പെരിഞ്ജീരകപ്പൊടി, പട്ടയും അതും ഇട്ടു കേട്ടോ. അത് ഇട്ടതിന് ശേഷം നന്നായി ഇളക്കുക. അത് ഓൾറെഡി ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് ഇതാക്കിയത്. എന്നാലും എണ്ണയിൽ കടന്നിട്ടൊന്ന്
മൂക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കാൻ പറയുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കാട പീസുകൾ ഇട്ട് കൊടുക്കാം. എല്ലാം ക്ലീൻ ചെയ്തിട്ട്, വല്ലാതെ ചെറിയ കഷ്ണങ്ങളല്ല, വല്ലാതെ വലിപ്പമുള്ളതുമല്ല, അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് അതിലേക്ക് മസാല നേരെ പിടിക്കുള്ളൂ. അതാണ്. ഇട്ടതിന് ശേഷം കുറച്ച് ഇതിലേക്ക് വേണ്ട ഉപ്പ്, നമ്മൾ ഉള്ളിക്ക് വേണ്ടിയിട്ട് മാത്രമല്ലേ ഇട്ടുള്ളൂ, അതും കൂടി ഇടുന്നുണ്ട്. അതിന് ശേഷം നന്നായി ഇളക്കുക. ആദ്യം വെള്ളവും ഒന്നും ഒഴിക്കുന്നില്ല. ആദ്യം നന്നായി ഈ മസാലയെ ഒന്ന് കടന്ന് വഴന്ന് വരട്ടെ. ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂട് വെള്ളമാണ് ഒഴിക്കാൻ പോണത്. ഒരു 1/2 ഗ്ലാസ് ചൂട് വെള്ളം ഒഴിക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്. ഇതൊന്ന് വേവട്ടെ. ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി നോക്കാം. അടച്ചു വെക്കാം കേട്ടോ. ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ അത് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കാം. ഒരു 10-20 മിനിറ്റ് കഴിയട്ടെ. ഇത് ഇടയ്ക്ക് തുറന്നിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളമുണ്ട്, ഇനി വെള്ളം ഒഴിക്കണ്ട. ഇതിന്ന് ഇറങ്ങണ കുറച്ച് വെള്ളവും ആ എണ്ണയുടെ ഇതിൽ വെന്ത് കിട്ടും. അല്ലാതെ നമ്മൾ പുളിന്ന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ റോസ്റ്റൊന്ന് മാറും. പൊതിഞ്ഞിരിക്കണ ഒരു അവസ്ഥയിൽ വേണമല്ലോ. ഒന്നും കൂടി അടയ്ക്കാം. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഒരു ടീസ്പൂണ് മസാലപ്പൊടിയും കൂടി ചേർക്കാണ്ട് കേട്ടോ. അത് ഏറ്റവും ലാസ്റ്റ് കുറച്ചൊന്ന് ഹാഫ് വെന്തതിന് ശേഷമാണ് ഇടുന്നുള്ളൂ. അപ്പോഴാണ് ആ ഫ്ലേവർ മുമ്പിലേക്ക് നിൽക്കുള്ളൂ. ഇത് തുറന്നിട്ടുണ്ട് കണ്ടോ. വെള്ളം ഇതിൽ തന്നെ ഇറങ്ങണത് കണ്ടോ. നമ്മളൊരു അര ഗ്ലാസ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. ഇത് തന്നെ വെള്ളവും ആ എണ്ണയും കൂടി. ഇത് വെന്തതിന് ശേഷം നമുക്ക് അടയ്ക്കണം എന്നില്ല, ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് റോസ്റ്റിൻ്റെ പരുവാവുള്ളൂ, അല്ലാതെ വെള്ളമില്ലാതെ. ഒന്ന് ഹാഫ് വെന്തോന്നൊന്ന് നോക്കട്ടെ. അപ്പോൾ അത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് ഗരം മസാല 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ പട്ട മാത്രമല്ലേ ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ, വേറെ മസാലകളൊന്നും ഇട്ടിട്ടില്ല. 1 ടീസ്പൂൺ ഇട്ടു. ഇനി ഇഷ്ടംപോലെ കറിവേപ്പില കുറച്ചും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഇടണത് 1/4 ഭാഗം വെന്തതിന് ശേഷമാണ് ഇതാ ഉള്ളി, കുറച്ച് സവാള ഉണ്ടല്ലോ അങ്ങനെ കൊത്തി അരിഞ്ഞത് ഏറ്റവും മുകളിൽ. ഇതെന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ഉള്ളിയൊക്കെ നമ്മൾ വഴറ്റി നല്ല അത് പേസ്റ്റ് പോലെ ആയിട്ടുണ്ടാവില്ലേ. ഈ അവസാനം നമ്മളിങ്ങനെ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. ചിക്കനിലും ചെയ്യാം കേട്ടോ. പക്ഷേ എന്താ വെച്ചാൽ ഇത് ലാസ്റ്റ് നമ്മൾ ഏറ്റവും 1/4 വേവായതിന് ശേഷം ഇടുമ്പോൾ നമ്മൾ ഈ മസാല കഴിക്കുമ്പോൾ നല്ല ഉള്ളിക്കൊക്കെ നല്ല ക്രഞ്ചിനെസ് ഉണ്ടാവും. മറ്റതിങ്ങനെ പേസ്റ്റ് പോലെ ആയില്ലേ നമ്മൾ ആദ്യം ഇട്ട ഉള്ളിയൊക്കെ, അതൊക്കെ വളർന്ന് അതോടുകൂടി ചേർന്ന് പോയില്ലേ മസാലയിൽ. ഇതിപ്പോൾ ഇനി അധികം പാടില്ല. അപ്പോൾ എന്താ വെച്ചാൽ അത് നമ്മൾ മസാല കടിക്കുമ്പോൾ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ആ ഫ്രഷ്നെസ് പോയിട്ടുണ്ടാവില്ല. ഓക്കെ. അപ്പോൾ ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് നമുക്ക് ഈ മസാല ഇപ്പോൾ ലാസ്റ്റ് ഇട്ട മസാലയും കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ വെള്ളവും ഒക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറി ഓൾറെഡി ആയി. ഒരു 2 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വയ്ക്കാം. ഉപ്പുണ്ടല്ലോ എന്നേട്ടാ. അപ്പോൾ അതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു, നല്ല എരിവുണ്ട്. കുരുമുളകിൻ്റെ എരിവാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുതന്നെയാണ് നമുക്ക് ആവശ്യം കേട്ടോ. കണ്ടോ, മുളക് പൊടിയൊക്കെ കമ്മിയാക്കി കുരുമുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ കുറച്ച് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് അതിൻ്റെ കറക്റ്റ് അതിൻ്റെ
കളറും ഒക്കെ ആയിട്ട് വന്നു. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. നാടൻ കോഴിയുടെയൊക്കെ അതേ കട പിടിക്കണ ഒരു ഇതാണ്. ബ്രോയിലർ ചിക്കനും അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇങ്ങനത്തെ ആയി കഴിഞ്ഞാൽ കുറച്ച് ഹെൽത്തിയാണ് അത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയേക്കൂ കേട്ടോ. മാക്സിമം ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്ന സാധനമാവും ഇത്. അപ്പോൾ വാങ്ങിയിട്ട് നെക്സ്റ്റ് ടൈം ഇതേ ടൈപ്പിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. അവസാനം നമ്മൾ ഉള്ളി കുറച്ച് അരിഞ്ഞിട്ടില്ലേ, അതും നല്ലൊരു ടേസ്റ്റാണ്. അത് നമ്മുടെ കോഴിക്കറി ഇങ്ങനെ റോസ്റ്റ് വെക്കുകയാണെന്ന് വെച്ചാലും അതിലും പരീക്ഷിക്കാം. ഒന്ന് പരീക്ഷിച്ച് നോക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതൊക്കെ മസാലയിൽ പുരണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. എല്ലാവരും ഷെയർ ചെയ്യുക മാക്സിമം. നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ ആയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.